ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെർബോ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പം ടെർബോ കാണാൻ വേണ്ടി വന്നതാണ് ഗായ്സ്. പടം കണ്ടു. ഞാൻ പടം കണ്ടത് കോട്ടയത്തല്ല, കൊച്ചിയിലായിരുന്നു. അപ്പം ഞാൻ കൊച്ചി വരെ വന്നായിരുന്നു. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കണ്ടത്. അപ്പം അവരുടെ കാറിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ വണ്ടിയല്ല, മാരുതിയുടെ സ്വിഫ്റ്റാണ്. സോ പടം കണ്ടു. പടത്തിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു അത്. സോ എന്തായാലും പടം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കൊള്ളാം. പിന്നെ എന്താ പറയുക, മമ്മൂട്ടിയുടെ പെർഫോമൻസ് എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ആ പുള്ളി ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ കുറച്ച് സീൻസൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ സ്റ്റോറി ലൈനല്ല നോക്കുന്നത്, അതിനകത്തെ പുള്ളിയുടെ പെർഫോമൻസ്, ആ ഒരു സംഭവമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പടം നമ്മൾ ആ ഒരു ഇത്ര മണിക്കൂർ നമ്മൾ കണ്ടിരിക്കുന്നുള്ള ആ ഒരു ടൈം നമ്മളെ പിടിച്ചിരുത്തുന്നത് മമ്മൂക്കയുടെ ആ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ പടത്തെ. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന വില്ലൻ ക്യാരക്ടർ ചെയ്ത ആ ഒരു ഷെട്ടി അണ്ണനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നടി ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കി കൂടെ അഭിനയിച്ച ആൾക്കാരെല്ലാവരും, ബാക്കി ഉള്ള നടന്മാർ എല്ലാവരും ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. എന്നായാലും അവരൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ ക്യാരക്ടർ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റ് ഓക്കെ, കൊള്ളാം. എന്തായാലും നമുക്ക് ഇനിയും കാണേണ്ട വരും എന്നൊക്കെ വേണം നമുക്ക് പറയാം ടെർബോ ജോസിനെ. അതിൻ്റെ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ക്ലൈമാക്സിൽ. അതൊന്നും ഞാനങ്ങനെ എടുത്ത് പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ പടം കണ്ടു നോക്കുക കേട്ടോ. പടം കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. പടം കണ്ടിട്ട് കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലൊക്കെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പടം കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ. സോ ഇപ്പം ഞാൻ കൊച്ചിയിലാണ് കേട്ടോ. മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഇപ്പം ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ പോസ്റ്റായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം ഫ്രണ്ടായിട്ടുള്ള ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആളിങ്ങോട്ട് വരാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം തിയേറ്ററിൽ വെച്ച് നമ്മൾ കുറച്ച് ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്. പിന്നെ എന്താ പറയുക, ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടനെ വെച്ചായിരുന്നു നമ്മുടെ വൈശാഖ് പടം എടുത്തത്. നമ്മുടെ ലക്കി സിംഗ് പടം കണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു പടമൊക്കെ വെച്ച് കണ്ടത് വെച്ച് നോക്കിയിട്ട് മോഹൻലാലിനെ വെച്ച് എത്ര ഒരു നല്ല പേര് കൊടുത്ത ആ ഒരു പടം ചെയ്തപ്പോൾ നമ്മൾ ഓർത്ത് ആ ഒരു പടമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ് കേട്ടോ. ഇത് ഓക്കെ എന്നല്ല, ഇത് അടിപൊളിയാണ്, നമുക്ക് കണ്ടിരിക്കാം, രസമുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, പടത്തിൻ്റെ മിഥുൻ മാനുവലാണെന്ന് പറഞ്ഞ് സ്റ്റോറി ലൈൻ പക്കയായിരിക്കും എന്ന് വിചാരിച്ചൊന്നും പടം കാണാൻ ആരും വരണ്ട. അതെനിക്ക് പറയാനുണ്ട്. അങ്ങനെ വന്ന് പടം കാണാൻ വരണ്ടെന്നല്ല പറഞ്ഞ്, അങ്ങനെ വന്ന് കാണാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റീവ് ആകത്തില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഓക്കെ, മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം പെർഫോമൻസ് നമുക്ക് കാണണമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഉറപ്പായിട്ടും ഈ പടം ഞാൻ പറഞ്ഞു തരുവാണ് കേട്ടോ. ഉറപ്പായിട്ടും കാണണം. അപ്പം ഞാനിന്ന് എന്തായാലും ഒരു പ്രാവശ്യം കൂടെ പടം കാണും കേട്ടോ. ഇപ്പം നമുക്ക് കോട്ടയത്തെ ഫ്രണ്ട്സിനായിട്ട് നമുക്ക് കാണണമെന്നുണ്ട്. അപ്പം അവരായിട്ട് എന്തായാലും പടം നമ്മൾ കാണുന്നതായിരിക്കും. പിന്നെ കൊച്ചിയിൽ പടം കണ്ട ഫസ്റ്റ് ടൈം ആയിട്ടോ ഞാൻ ഇവിടെ വന്ന് പടം കാണുന്നത്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഹൗസ്ഫുൾ പടം, നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ചെയ്തിച്ചിട്ട് സമയം കഴിഞ്ഞു പോയി. എന്തായാലും എനിക്കറിയാം. പിന്നെ എന്തായാലും പടം പോയി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പടത്തിൽ വർക്ക് ചെയ്ത സ്റ്റണ്ട് മാസ്റ്റർ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊള്ളാം കേട്ടോ. അവരുടെ ആ ഒരു സ്റ്റണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ, മാസ്റ്റർ ചെയ്തിരിക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എന്താ വേണം, നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റണ്ടൊക്കെ തന്നെയാണ്, എന്നാലും ഒരു അല്ലെങ്കിൽ മമ്മൂട്ടിനെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഏജ് നോക്കണം. അപ്പം ഇതുപോലെ ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിന് കണ്ടതിനകത്ത് ഇതുപോലെ നമ്മുടെ ഡയറക്ടറിനോട് ഇങ്ങനെ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രായം കൂടെ നീ ഒന്ന് നോക്കണം എന്ന് ഒന്ന് ഓർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ. അതെന്ന് വെച്ചാൽ അതുപോലെ ടഫായുള്ള കുറച്ച് സ്റ്റണ്ട് സീക്വൻസൊക്കെ പടത്തിലുണ്ട് കേട്ടോ. അപ്പം ഉറപ്പായിട്ടും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു പടത്തിനെ നമ്മൾ പൊളിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും
ഇനിയിപ്പം റിവ്യൂസ് വരുമ്പോൾ പല 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 അഭിപ്രായങ്ങളായിരിക്കാം വരുന്നത്. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് ഇപ്പം ഈ പടം ഈ ഒരു ഷോ ആദ്യ ഷോ കഴിഞ്ഞ് പിന്നെ ഉള്ള ഷോകളൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വണ്ടി ഇരുന്ന് പുഴുങ്ങുവാണ്. ഇനിയിപ്പോൾ ഇത് വണ്ടി ഇന്ന് സ്റ്റാർട്ടാക്കി ഇച്ചിരി നേരം AC ഒക്കെ ഇട്ടിരിക്കട്ടെ. അപ്പം എല്ലാവരും പോയി പടമൊക്കെ കണ്ട് അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പം മഴക്കാലമാണ്, അപ്പോൾ പോകുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവുക. ഇപ്പോൾ കൊച്ചിയിൽ രാവിലെ വന്നപ്പോൾ ഭയങ്കര മഴയും ബഹളമൊക്കെ ആയിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു, രക്ഷയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലോക്കൊക്കെ താണ്ടിയാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഈ ലൊക്കേഷനിൽ വന്നിരിക്കുന്നത്. സോ എന്തായാലും പടം പോയി കാണുക, കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെയാണ്. കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ ജിക്കു. ബൈ ബൈ.